ഹായ് റൺ വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള എൻ്റെ ട്രേഡ് പ്ലാൻസുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ലാസ്റ്റ് വീക്ക് ഞാൻ കുറച്ച് ബാങ്ക് നിഫ്റ്റി പൊസിഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്ഡേഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി വീഡിയോയിൽ പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയിലുള്ള എൻ്റെ നെക്സ്റ്റ് വീക്കിലേക്കുള്ള പൊസിഷൻസ് എന്തൊക്കെയാണ്, അതിൽ ആ ട്രേഡ്സ് എടുക്കാൻ ഉണ്ടായ റീസൺസുകൾ എന്തൊക്കെയാണെന്നുള്ള, അതുപോലെ തന്നെ അതിൻ്റെ മാർക്കറ്റ് അനാലിസിസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കറന്റ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു 50 മിനിറ്റ്സ് ചാർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 50 മിനിറ്റ്സ് ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഇവിടെ ഒരു ചെറിയ റേഞ്ചിലാണ്, അതായത് ഈ ഒരു റേഞ്ചിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ ഒരു ബിഗർ വ്യൂ നോക്കുകയാണെങ്കിൽ, ബിഗർ വ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതിന്റെ ഒരു 4 അവർ സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് 4 അവർ മാർക്കറ്റ് സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ബാങ്ക് നിഫ്റ്റി ഇവിടെ നിന്ന് കഴിഞ്ഞ ഒരു ജൂണിൽ റാലി സ്റ്റാർട്ട് ചെയ്ത് ജൂലൈയിൽ പീക്ക് പോയിന്റിൽ എത്തിയതിനു ശേഷം ഒരു വലിയ കറക്ഷൻ ആണെന്ത് ബാങ്ക് നിഫ്റ്റിയിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫിബ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാക്കാം. ബിഗ് പിക്ചറിൽ ഫിബ് ലെവൽ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഫിബ് ലെവലിന്റെ ഒരു 50-60 ലെവൽ ഏകദേശം മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇവിടുന്ന് ഈ ഒരു കറക്ഷന് ശേഷം ഇവിടുന്ന് ഒരു അപ്പിലേക്കുള്ള ഒരു കണ്ടിന്യൂഷൻ ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എക്സ്പെക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെയൊക്കെയുള്ള ആ ഒരു പോയിന്റിലേക്ക് എത്താനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു 1 അവർ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് സൂം ഔട്ട് ചെയ്ത് 1 അവർ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഒരു കറക്ഷന്റെ ഒരു പിക്ചർ വ്യൂ നോക്കാം. 1 അവറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു 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 ഫാളിങ് ഒരു ഒരു വെഡ്ജ് അല്ലെങ്കിൽ ഫ്ലാഗ് ഷേപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഒരു ഈ ഒരു ഷേപ്പിലാണ് മാർക്കറ്റ്, അതായത് 4 അവറിലേക്ക് നോക്കുമ്പോൾ കറക്റ്റ് ആ ഒരു വ്യൂ മനസ്സിലാക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, ഒരു വലിയ റാലി ആയിരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു റാലി നടന്ന് അതിനുശേഷം ഇങ്ങനെ ഒരു ഒരു ഫാളിംഗ് ഷേപ്പിലുള്ള കറക്ഷൻ സംഭവിച്ചതിന് ശേഷം ഏകദേശം അതിന്റെ ഒരു 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 നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡബ്ല്യു ഷേപ്പിൽ, അതായത് ഈ ഒരു ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ വന്ന് ഇവിടെ മാർക്കറ്റ് ഒരു ഡബ്ല്യു ഷേപ്പിൽ ഇവിടെ ഓൾമോസ്റ്റ് ഒരു ബ്രേക്ക് ഔട്ട് പോലെയാണ്. അതായത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഒരു കറക്ഷൻ ഫേസ് വന്നതിന് ശേഷം ഏകദേശം ഇന്നലെ ഈ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്ത് അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഈ ഒരു ഡിമാൻഡ് സോൺ മാർക്കറ്റ് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത്, ഇന്നലത്തെ കേസിലേക്ക് പറയുകയാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയി തിരിച്ച് 50,400 ഡിമാൻഡ് സോൺ എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഒരു ആ ഒരു പൊസിഷനിലാണ് കറന്റ് മാർക്കറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഇൻ കേസിന് ഇപ്പോൾ വേറെ ന്യൂസുകളോ കാര്യങ്ങളോ ഒന്നും വന്നില്ല, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് ആണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അടുത്ത വീക്കിലേക്കുള്ള ലെവൽസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഒരു ഡിമാൻഡ് സോൺ സൈഡിലേക്കുള്ള ഒരു സോൺ, ഡൗണിലേക്കുള്ള ഒരു സോൺ എന്ന് പറയുമ്പോൾ 50, 400, 500 എന്ന് പറയുന്ന ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാം. അപ്പ് സൈഡിലേക്കാണെങ്കിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സപ്ലൈ സോൺ ഉണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്ന സോൺ എന്ന് പറയാൻ കേസ് ഇപ്പോൾ ഇവിടെ ഈ ലെവൽ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ചെറിയ ഫാള് വരാനുള്ള ഒരു ചാൻസസ്, ഫാൾ എന്നല്ല ഒരു കറക്ഷൻ വന്നതിന് ശേഷമായിരിക്കും അടുത്തൊരു മൂവ്മെന്റ് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് ഒരു വീക്കിൽ ഇപ്പൊ ഇതിന്റെ മുകളിലേക്ക് പോകില്ല എന്നല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു 50,400 അതുപോലെ തന്നെ 51,500 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ചാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, നെക്സ്റ്റ് വീക്കിലേക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്സൈഡിന്റെ റേഞ്ച് ഇതിന്റെ പുറത്തേക്ക് പോകില്ല എന്നല്ല കേട്ടോ. ഇൻ കേസ് അതിന്റെ പുറത്തേക്ക് വന്നാൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു പൊസിഷൻസ് എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബുള്ളിഷ് വ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൊസിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡൗൺ സൈഡിലുള്ള ഡിമാൻഡ് സോണിന്റെ ഡൗണിലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പുട്ട് സ്പ്രെഡ് ആഡ് ചെയ്യാം. അതായത് പുട്ട് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ ഒരു 50,400 ഉണ്ട്, ഒരു പുട്ട് ഓപ്ഷൻ സെല് ചെയ്തതിന് ശേഷം അതിന്റെ കുറച്ചുകൂടെ താഴെയായിട്ട് ഒരു 50, ഒരു ഹാഫ് എമൗണ്ട് പ്രീമിയം വരുന്ന രീതിയിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ കൂടെ ബൈ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പൊസിഷൻസ് നമുക്കിവിടെ ഹെഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഒന്നെങ്കിൽ ആ രീതിയിൽ ചെയ്യാം, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഈ രണ്ട് ബ്രേക്ക് ചെയ്യാൻ, അതായത് ഈ രണ്ട് ഡിമാൻഡ് സോണിന്റെ സപ്ലൈ സോണിന്റെ ഔട്ട് സൈഡിലായിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, കോൾ സ്പ്രെഡ്, അതായത് ഒരുമിച്ച് ഒരു അയൺ കോണ്ടോർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ട്രേഡ് പ്ലാൻ ചെയ്യാം. അപ്പൊ ഞാനൊരു അയൺ കോണ്ടോർ പോലെയാണ് ഈ ഒരു വീക്കിലേക്ക് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന എക്സ്പെക്ട് ഒരു അയൺ കോണ്ടോർ പോലെയാണ് ഞാൻ ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് വീക്കിലേക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്ലാനിങ് ആണ് ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് വെച്ചിട്ടുള്ളത്. കാരണം ഞാൻ മോസ്റ്റ്ലി ഒരു ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂ ട്രേഡ് എടുക്കുന്ന ഒരാളല്ല. ഒരു വീക്കിലി പൊസിഷൻസ്, അതായത് ഒരു തേഴ്സ്ഡേ ഒക്കെ മാർക്കറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എക്സ്പയറി വെനസ്ഡേ ആണല്ലേ. അപ്പൊ ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു 1 വീക്സ് എൻ്റെ ട്രേഡ് റൺ ചെയ്യുന്ന രീതിയിൽ, അതായത് കംപ്ലീറ്റ്ലി 1 വീക്ക് എന്നല്ല, ഒരു ഹോൾഡ് ചെയ്ത പൊസിഷൻസ് ഒരു മൺഡേ ട്യൂസ്ഡേ പ്രോഫിറ്റബിൾ ആണെങ്കിൽ അത് ഞാൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഫിറ്റിൽ എത്തിക്കാൻ ക്ലോസ് ചെയ്യാൻ, ഇല്ലാന്നുണ്ടെങ്കിൽ
എക്സ്പയറി ഹോൾഡ് ചെയ്തിട്ടൊരു വലിയ ലോസ് ഇല്ലെങ്കിൽ ഒരു മിനിമം ലോസിലോ അല്ലെങ്കിൽ ഒരു ആവറേജ് പ്രോഫിറ്റിലൊക്കെ ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാ കേസിലും മാർക്കറ്റ് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ മാർക്കറ്റ് മൂവ്മെന്റ് ഉണ്ടാവണമെന്നില്ല. ഇൻ കേസിന് ഇപ്പോൾ നമ്മൾ ഒരു അയൺ കോണ്ടോർ പൊസിഷൻസ് എടുത്ത് ഈ ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു ലോസ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അപ്പൊ നമ്മൾ ആ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിലേക്ക് പുതിയ ട്രേഡ്സുകൾ ആഡ് ചെയ്ത് നമ്മൾ ആ ഒരു ലോസ് വലിയ ലോസ് അല്ലാത്ത രീതിയിൽ അതൊരു മിനിമം ലോസിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മാക്സിമം ട്രേഡുകൾ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ഒരു വ്യൂ ആണ് ഞാൻ നെക്സ്റ്റ് വീക്കിലേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ്സിന്റെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ലാസ്റ്റ് വീക്കിൽ നമ്മളൊരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ട്രേഡിന്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വീക്കിൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവൽസ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഈ ഒരു ലെവലുള്ള സമയത്ത് അന്ന് ലെവൽസ് ഇവിടെ ഈ ഒരു പോയിന്റ് കുറച്ചുകൂടെ ഡൗണിലായിട്ടായിരുന്നു ഞാൻ സോൺ എടുത്തിട്ടുണ്ടായിരുന്ന പോലെ തന്നെ ഈ ഒരു ലെവലിന്റെ മുകളിലായിട്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു അതായത് കഴിഞ്ഞ വീക്കിൽ എനിക്ക് തോന്നുന്നു മാർക്കറ്റ് ഈ ഒരു ഏരിയയുള്ള സമയത്താണ് ഞാൻ പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു ബ്രേക്ക് ആൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ 51,800 ഈ ഒരു ലെവലിലായിരുന്നു ഞാൻ റേഞ്ച് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 2-3 ദിവസം കൊണ്ട് തന്നെ മാർക്കറ്റ് അപ്പിലേക്ക് പോയി എന്റെ ബ്രേക്ക് ആൻ പോയിന്റിന്റെ അടുത്ത് വരെ എത്തി. പക്ഷെ അതിനുശേഷം ഒരു ഡൗണിലേക്ക് വന്നതിന് ശേഷം ഈ ഒരു പോയിന്റിലാണ് എന്റെ ട്രേഡ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരു വലിയ പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഒരു ആവറേജ് പ്രോഫിറ്റിൽ എന്റെ ട്രേഡ് ക്ലോസ്, അതായത് ഈ ഒരു ബ്രേക്ക് ആൻ പോയിന്റ് എത്താറായ സമയത്ത് ഞാൻ ആഡ് ചെയ്ത് മിനിമം ലോസിൽ ക്ലോസ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും മാർക്കറ്റ് അവിടുന്ന് റിവേഴ്സ് ചെയ്ത് എന്റെ ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ തന്നെ ലാസ്റ്റ് വീക്സ് എനിക്ക് തോന്നുന്നത് നിയർലി ഒരു എനിക്ക് പ്രോഫിറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു വീക്കിലെ പ്രോഫിറ്റിന്റെ കൺസോൾ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് കൺസോൾ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് സെഗ്മെന്റ് സെലക്ട് ചെയ്യാൻ റിയലൈസ്ഡ് ക്യാൻഡലിൽ. അതുപോലെ ലാസ്റ്റ് വീക്കിൽ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വ്യാഴാഴ്ച എടുത്ത പൊസിഷൻസ് ഇന്നലെയാണ് ക്ലോസ് ചെയ്തത്. അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ 1 വീക്സിലെ ക്യാൻഡൽ ചെക്ക് ചെയ്യാം. അതിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ച് പൊസിഷൻസ് വെള്ളിയാഴ്ച ഒരു 1,30,000 റുപ്പീസിന്റെ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്, ക്ലോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചൊവ്വാഴ്ച 1 lakh സംതിങ്ങും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഏകദേശം എനിക്ക് തോന്നുന്നത് 30,000 റുപ്പീസ് ലോസിലാണ് ക്ലോസ് ചെയ്തത്. ടോട്ടൽ ഒരു ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 2,03,000 റുപ്പീസ് ആണ് പ്രോഫിറ്റ് ലാസ്റ്റ് വീക്കിൽ വന്നതിൽ. 7,000 ചാർജ് കഴിഞ്ഞിട്ട് വീക്കിൽ ഏകദേശം ഒരു 1,96,000 റുപ്പീസ് ആണ് ലാസ്റ്റ് വീക്കിൽ ഞാൻ ഓപ്ഷൻ സെല്ലിങ്ങിലൂടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയും ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ലെവൽസും അതിൽ ലോസ് ആയിരുന്ന കാര്യങ്ങളും നമുക്ക് നെക്സ്റ്റ് വീക്കിലെ വീഡിയോയിലൂടെ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ താങ്ക് യു.